Good afternoon. Okay. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാനേ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 11 ആണ് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. ഓക്കെ, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ? 44 44 ആണ് തോന്നുന്നു. ഓക്കെ, 44ാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. അപ്പൊ ഞാൻ ആദ്യമേ പറയാണ്, ഈ ഒരു ചാപ്റ്റർ കുറച്ച് ടഫാണ് കേട്ടോ. ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയാ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ചിലർക്ക് ഈസി ആയിരിക്കും, എന്നാലും ഞാൻ പറയാണ് കേട്ടോ. കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് എല്ലാം മനസ്സിലാക്കി വെക്കുക. കാര്യം ഓരോ സെന്റൻസും പറഞ്ഞ് നമ്മൾ അതിന്റെ ഒരു ഇത് പറയാൻ മീനിങ്ങും പറയുമ്പോഴേക്കാളും കുറേ കൂടെ നല്ലത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ ഓരോരോ കൺസെപ്റ്റുകൾ എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വാളിറ്റി അഷ്വറൻസ്. ഓക്കെ, ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് NABH. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി അഷ്വറയാണ് അല്ലെ, ഉറപ്പുവരുത്താണ് അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് എന്താണ്? വിവിധ സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് അല്ലെ. പല പല സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. അതിപ്പോ ഒരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സേവനം ആവാം അല്ലെ. അങ്ങനെ വിവിധ സ്റ്റെപ്പുകൾ ക്ലിയർ ചെയ്താണ് അൾട്ടിമേറ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഓരോ പ്രോഡക്റ്റും അത് ഉണ്ടാവുന്നത് ഓരോരോ സ്റ്റെപ്പുകളിലൂടെയാണ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റെപ്പിലും, അതായത് ഓരോ സ്റ്റേജിലും നമ്മൾ എന്താണ്, ക്വാളിറ്റി ഉറപ്പാക്കാണ്. ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് അത് ഉറപ്പാക്കാണ്. അതിനുശേഷം എന്താണ്, എല്ലാം നല്ല രീതിയിൽ എന്താണ് അസംബിൾ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഒരാൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു മൊബൈൽ എടുക്കാന്ന് വെച്ചാൽ, ഒരു മൊബൈൽ എടുക്കുകയാണെങ്കിൽ ഈ മൊബൈലിൽ എന്തുണ്ട്? സ്പീക്കർ ഉണ്ട്, പിന്നെ എന്താ പറയാ ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ ക്യാമറ, ഇതെല്ലാം ഉണ്ട് അല്ലെ. അപ്പൊ ഈ ക്യാമറ, ഡിസ്പ്ലേ, സ്പീക്കർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓരോരോ സ്റ്റെപ്പുകളാണ് അല്ലെ. അപ്പൊ ഈ ഓരോ സ്റ്റെപ്പുകളും നല്ല രീതിയിൽ ക്വാളിറ്റി ഉറപ്പാക്കിയിട്ട് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു നല്ല ഒരു മൊബൈൽ എന്നുള്ള രീതിയിൽ, നല്ലൊരു ഫോൺ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ. അങ്ങനെ ഓരോ സ്റ്റേജിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. പിന്നെ എന്താന്ന് വെച്ചാല് ഈ ക്വാളിറ്റി ഉറപ്പാക്കുന്നത്, നമ്മൾ ഈ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുക്കുകയല്ല, ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിച്ചിട്ട് അതിനൊരു അംഗീകാരം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് NABH കേട്ടോ. NABH നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ ലബോറട്ടറി സർവീസിനകത്ത് അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ എന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. NABH എന്ന് പറഞ്ഞാല് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. കറക്റ്റ് ആണ് കേട്ടോ അവസ്ഥ. ഒരു വാക്കും കൂടി ഉണ്ട് അതിനകത്ത്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നും കൂടി ഉണ്ട് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. മനസ്സിലായി. നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള നാഷണൽ ലെവലിലാണ് കേട്ടോ, ഗ്ലോബലി അല്ല.
നാഷണൽ ലെവലിലാണ് വിത്തിൻ ഇന്ത്യക്കകത്ത് ഈ പറയുന്ന ഹോസ്പിറ്റലിനും മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡറുകൾക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന, അംഗീകാരം കൊടുക്കുന്ന ഒരു എന്താ പറയുക സ്ഥാപനമാണ് NABH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വായിക്കാം എന്താണെന്നുള്ളത്. നോക്കൂ, ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ നീഡ്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അതാണത് ISO ആണ് കേട്ടോ. ISOന്റെ നിങ്ങൾ കേട്ടിട്ടില്ല, ISO സർട്ടിഫൈഡ് ആണ്, ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനമാണ് എന്ന് പറയുമ്പോൾ അതിനൊരു നല്ല നിലവാരം നല്ല നിലവാരമുള്ളൊരു ഇതായിരിക്കും അല്ലെ. അതാണ് നമ്മൾ ISO സർട്ടിഫൈഡ് ആണെന്നൊക്കെ പറയുന്നത്. ISOന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഇതില് നോക്കൂ, മൊത്തത്തിൽ നമുക്ക് വായിക്കാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് എ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ. Requirements are a need or assumption that is stated normally implied or mandatory. Degree of adherence to pre-established criteria or standards. ഇതാണ് പറഞ്ഞത്, മനസ്സിലായോ? കുറച്ച് ആലങ്കാരികമായിട്ടാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളുടെ ആവശ്യങ്ങള് അല്ലെ, നമ്മുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കൂട്ടം സവിശേഷതകളുണ്ട്. അതാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, നിങ്ങൾക്ക് ഒരു അസുഖം വന്നു. ഇപ്പൊ നിങ്ങൾ പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും അല്ലെ. ഒത്തിരി ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. ഒത്തിരി എന്നല്ല, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പൊതുവെ പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചാണ്, ഇങ്ങനെ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയണ്ട കേട്ടോ. നമ്മൾ എറണാകുളത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹോസ്പിറ്റൽസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന അമൃത ഹോസ്പിറ്റൽ ഉണ്ട്, രക്ഷോ ഹോസ്പിറ്റൽ ഉണ്ട്, ആസ്ട്ര മെഡിസിറ്റി ഉണ്ട്, സൺറൈസ് ഹോസ്പിറ്റൽ ഉണ്ട്, അതുപോലെ ലിസി ആശുപത്രി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അത് ഇവിടെ ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ട് വന്ന ഒരു അസുഖം വന്നാല് ഞാൻ പോവാനായിട്ട് ആഗ്രഹിക്കുന്ന ലിസി ഹോസ്പിറ്റലാണ്. ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ലിസി ഹോസ്പിറ്റലിലാണ് ഞാൻ പോവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റു ഹോസ്പിറ്റലുകൾ മോശമായതുകൊണ്ടല്ല, ഈ ഒരു ഹോസ്പിറ്റലില് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സേവനങ്ങളും, അത്യാവശ്യം നല്ല മെഡിക്കൽ പ്രാക്ടീഷണർമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല നല്ല മെഡിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. എല്ലാത്തിനേക്കാൾ ഉപരി ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റേറ്റ് ആണ് ആ ഒരു ഹോസ്പിറ്റലിന് ഈടാക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ അതിൽ കാണുന്ന ക്വാളിറ്റി. മനസ്സിലാക്കാം. എന്റെ വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. മറ്റു പലർക്കും മറ്റു പലതായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ അതിലേക്ക് ആകർഷിക്കുന്നെന്ന് പറയുമ്പോൾ ചില സവിശേഷതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആണ് ആ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിനായിട്ട് ഈടാക്കുന്നത്. അതാണ് ഞാൻ അവിടെ കാണുന്ന ഒരു സ്പെഷ്യൽ ക്വാളിറ്റി. മനസ്സിലായല്ലോ. അപ്പോ ഇത്തരത്തില് ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കൂട്ടം സവിശേഷതകൾ ഉണ്ടായിരിക്കും. നമ്മൾ പറയില്ല നല്ല ക്വാളിറ്റി. അപ്പൊ നമ്മളൊരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ ഞാൻ പറയണ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മേടിച്ചോ, നല്ല ക്വാളിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഞാനത് നല്ല ക്വാളിറ്റിയാണെന്ന് പറയണേ? എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടായിരിക്കും നമ്മള് അതിലേക്ക് ആകർഷിക്കുന്ന മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സവിശേഷതകൾ അതിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ക്വാളിറ്റി ഉള്ളതാണെന്ന് മറ്റൊരാൾക്ക് ഞാൻ റെഫർ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് നമ്മളുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കൂട്ടം സവിശേഷതകളുണ്ട്. അതാണ് നമ്മൾ ക്വാളിറ്റി. നമ്മളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്നൊക്കെ പറയുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഫുൾഫിൽ നീഡ്സ്. ഓക്കെ, അപ്പോ ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് അവർ പറയുന്നുണ്ട്. ദ ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് എ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന സവിശേഷതയാണ്. അത് ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും സവിശേഷതയായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലിസി ഹോസ്പിറ്റല് ഓപ്റ്റ് ചെയ്യാൻ കാരണം മറ്റുള്ളത് മോശമായതുകൊണ്ടല്ല, അതിൽ നിന്നും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്ന ചില എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സവിശേഷതകള്. പിന്നെന്താ നമ്മൾ പറഞ്ഞു, നമ്മളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ആവശ്യം എന്നുള്ളതാണ് അടുത്തതിൽ പറയുന്നത്. The requirements are need or assumption that is stated normally implied or mandatory. ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യണം അല്ലെ. നമ്മുടെ ആവശ്യം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്.
അല്ലെ? മാൻഡേറ്ററി ആയിട്ടുള്ള ആവശ്യങ്ങളായിരുന്നു നമ്മൾ അത്യാവശ്യം എന്നാണ് പറയാ. നമുക്ക് ഭക്ഷണം വേണം, നമുക്ക് താമസിക്കാൻ ഒരു പാർപ്പിടം വേണം, വസ്ത്രം വേണം, അതൊക്കെ എന്താണ് നമ്മുടെ അത്യാവശ്യമാണ്, നീഡാണ് അല്ലെ? നീഡും വാണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതൊരു നീഡാണ്, നമ്മുടെ അത്യാവശ്യമാണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, അത് മാൻഡേറ്ററി ആയിട്ടുള്ള ആവശ്യമാണ് അല്ലെ? ആവശ്യമല്ല, അത്യാവശ്യമാണ്. അതേസമയം എനിക്കൊരു ടൂർ പോകണം, അല്ലെങ്കിൽ എനിക്കൊരു സിനിമ കാണണം, അതൊരു അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല, അതൊരു ആവശ്യമാണ്. അത് എപ്പോഴാണെങ്കിലും നമുക്ക് ചെയ്യാം. അതാണ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുക, അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചൊന്ന് വായിച്ചേ. ദ റിക്വയർമെന്റ്സ് ആർ എ നീഡ് ഓർ അസംഷൻ ദാറ്റ് ഇസ് സ്റ്റേറ്റഡ് നോർമലി ഇംപ്ലൈഡ് ഓർ മാൻഡേറ്ററി. അതായത് നമുക്ക് നിർബന്ധിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവാം അല്ലെ? അല്ല, അത്യാവശ്യങ്ങൾ ഉണ്ടാവാം, ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ, മനുഷ്യന്റെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൂട്ടം സവിശേഷതകളെയാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അഷ്വർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓക്കെ, ചില മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്. അപ്പൊ ഇത്തരം മാനദണ്ഡങ്ങൾ, ഇത്തരം സ്റ്റാൻഡേർഡ്സുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ISO. മനസ്സിലായോ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, ISO സർട്ടിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, ഈ ISOനെ കുറിച്ച് പറയുന്നുണ്ട്, NABH കുറിച്ചും പറയുന്നുണ്ട്. ജസ്റ്റ് അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. വേറൊന്നുമില്ല, ISO എന്ന് പറഞ്ഞ എന്താണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ആണ്. അതായത് ഗ്ലോബലി പ്രവർത്തിക്കുന്ന ഒരു എന്താ പറയാ സ്ഥാപനമാണ്, ഒരു ഇന്റർനാഷണലി പ്രവർത്തിക്കുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അത് വന്നിട്ട് എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, മറ്റെന്ത് സേവനങ്ങളായിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസി, പിന്നെ എന്താ പറയാ സേഫ്റ്റി, ഇതെല്ലാം തന്നെ ഉറപ്പാക്കുന്നതിന് വേണ്ട മാനദണ്ഡങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ISO. ഞാൻ പറഞ്ഞ ഗ്ലോബൽ ലെവലിലാണ്, മീൻസ് ഇന്റർനാഷണലി പ്രവർത്തിക്കുന്നതാണ്. പിന്നെ മാത്രമല്ല, അത് മൾട്ടി ഇൻഡസ്ട്രിയലിന് അപ്ലിക്കബിൾ ആണ്. എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ മാത്രമല്ല, ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള എന്ത് ഇൻഡസ്ട്രിക്കും സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് ISO എന്ന് പറയുന്നത്. മനസ്സിലായി? അതിനകത്ത് ഹോസ്പിറ്റലും പെടും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലോ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ എന്ന പദത്തിന്റെ കീഴിൽ തന്നെയാണ് വരുന്നത്. അതിനകത്ത് വരും. ഇനി NABH എന്ന് പറയുന്നത് എന്താണത്? നാഷണൽ അക്രഡിറ്റേഷൻ. പേരിന് നാഷണൽ എന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്. വിത്തിൻ ഇന്ത്യക്കകത്ത്, പിന്നെ അതെന്ന് പറഞ്ഞ മറ്റ് ഇൻഡസ്ട്രിക്കല്ല, പ്രധാനമായിട്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് തന്നെയാണ് അവിടെ അക്രഡിറ്റേഷൻ. അതിന്റെ ക്വാളിറ്റി, എഫിഷ്യൻസി, സേഫ്റ്റി ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് സ്റ്റാൻഡേർഡ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നതാണ് NABH എന്ന് പറയുന്നത്. മനസ്സിലായ വ്യത്യാസം? ISOയും NABHും തമ്മിലൊരു ചെറിയൊരു ഡിഫറൻസ് മനസ്സിലായാലും, മറ്റേത് ഗ്ലോബലി ആണ്, ഇത് വിത്തിൻ ഇന്ത്യക്കകത്താണ്, അത് മൾട്ടി ഇൻഡസ്ട്രിക്ക് ബാധകമാണ്. ഇത് ഹോസ്പിറ്റലിന് മാത്രം അംഗീകാരം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിലവാരം നിലനിർത്താനുള്ള മാനദണ്ഡങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് NABH എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇനി നോക്കൂ, ദ ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ ഓർ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന നിലവാരം, ഈ ഗുണമേന്മ അല്ലെ, ഈ ക്വാളിറ്റി, അത് നമ്മൾ നിശ്ചയിക്കുന്നത് ചില മുൻകൂട്ടി നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ ആരാണ് ഉണ്ടാക്കുന്നത്? അത് ഈ പറയുന്ന സ്ഥാപനങ്ങളാണ്. ISO അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചില മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന് അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ISOയും NABH അക്രഡിറ്റേഷനും രണ്ടും, ബോത്ത് സർട്ടിഫിക്കേഷനുള്ള ഹോസ്പിറ്റലുകൾ നമ്മുടെ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അമൃത ഹോസ്പിറ്റൽ, ലേക്ക് ഷോർ, ജാസ്ട്ര മെഡിസിറ്റി, അതൊക്കെ രണ്ടും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം എന്താണെന്നുള്ളത്. ഡിഗ്രി ടു വിച്ച് എ സീരീസ് ഓഫ് ഇൻഹെറന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ടു ഫുൾഫിൽ നീഡ്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ISO. ISO ഈ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ഇനി നോക്കൂ, എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്? ദ ക്യാരക്ടറിസ്റ്റിക്സ് സജസ്റ്റ് എ ഡിസ്റ്റിങ്വിഷിംഗ് ഫീച്ചർ. അല്ലെ? നമ്മൾ പറഞ്ഞു, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും സവിശേഷത ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ കാണുന്ന ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ക്വാളിറ്റി അതായിരിക്കും അല്ലെ? ഇനി എന്താണ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റിക്വയർമെന്റ്സ് ആർ എ നീഡ് ഓർ എസെൻഷ്യൽ ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് നോർമലി ഇംപ്ലൈഡ് ഓർ മാൻഡേറ്ററി. നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതും ആവശ്യമായിട്ടുള്ളതും എല്ലാം അടങ്ങുന്നതാണ്. അത്തരം നീഡ്സ് ആണ് അല്ലെ? അത്തരം നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൂട്ടം സവിശേഷതകളുണ്ട്. ഓക്കെ, ഡിഗ്രി ഓഫ് അഡ്ഹിയറൻസ് ടു പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സ്.
മുൻകൂട്ടി നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന നിലവാരം നിശ്ചയിക്കുന്നത്. അപ്പൊ അത് നിലവാരം നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ISOയും അതുപോലെ തന്നെ NABH ഒക്കെ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് മനസ്സിലായ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങള് ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾ ഉറങ്ങരുത് കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാനും കേൾക്കാനും കേട്ടിരിക്കാനൊക്കെ ബോറടിയാണ്. ഉറങ്ങിപ്പോകരുത്, ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തതാണ് എന്ത്? ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് കേട്ടോ. ക്വാളിറ്റി അഷുറൻസും ഇംപ്രൂവ്മെന്റും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്വാളിറ്റി നമ്മള് 3 ടേംസുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്കത് വായിക്കാം കേട്ടോ. എന്താണ് QA ക്വാളിറ്റി അഷുറൻസ്, എന്താണ് QC അതായത് ക്വാളിറ്റി കൺട്രോൾ, എന്താണ് QI ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അങ്ങനെ കുറച്ച് ടേംസുകൾ അതിനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിക്കാറില്ല. എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തരാം, എന്നിട്ട് നമുക്കത് വായിക്കാം കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് എന്താണ്? QA QC നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. QA QC രണ്ടും ഒന്ന് തന്നെയല്ലേ? രണ്ട് ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അതെ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. QA അഥവാ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞ് ഞാൻ തുടക്കം പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് വിവിധ സ്റ്റേജുകളിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേജിലും നമ്മൾ ആ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അവസാനം ഇതെല്ലാം നല്ല രീതിയിൽ അസംബിൾ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഒരു വ്യക്തിക്ക് അത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനെ കണക്ട് ചെയ്ത് പറയാന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഹോസ്പിറ്റലിനെ വെച്ച് പറയുകയാണെങ്കിൽ അവിടെ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, നമ്മളൊരു സേവനമാണ്. അവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സർവീസ് ആണ്, സേവനമാണ്, പേഷ്യൻസിന് കൊടുക്കുന്ന സേവനമാണ്. അപ്പോ നമ്മൾ ഈ പേഷ്യൻസിന് അൾട്ടിമേറ്റ് ഒരു സേവനം കൊടുക്കുക, അതാണ് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെ. ആ ഒരു മെഡിക്കൽ സേവനം, മെഡിക്കൽ സർവീസ് ഒരു പേഷ്യന്റിന് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് അത് കടന്നു വരുന്ന വിവിധ സ്റ്റേജുകളുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ സർവീസ് കൊടുക്കുന്നതിന് മുമ്പ് അതിന്റെ എന്താ പറയാ പേഷ്യന്റ് സേഫ്റ്റി അല്ലെ, പേഷ്യന്റ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അത് അതിന്റെ ക്വാളിറ്റി നമ്മൾ അഷ്വർ ചെയ്യണം, കൃത്യമായിട്ട് സേഫ്റ്റി ഉറപ്പാക്കിയിട്ടുണ്ടോ. അതുപോലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ചില മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, അതിന്റെ ക്വാളിറ്റി നമ്മൾ അഷ്വർ ചെയ്യണം അല്ലെ. അത് നല്ല ക്വാളിറ്റിയുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നല്ല സേവനം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അതൊരു സ്റ്റേജ് ആയിട്ട് കണക്കാക്കണം. ഇനി ഇതെല്ലാം ക്വാളിറ്റി അഷ്വേർഡ് ആണെങ്കിലും ഈ സേവനങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? ജീവനക്കാരാണ് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകളാണ്. ഡോക്ടർമാര്, നഴ്സുമാര്, മറ്റുള്ള മെഡിക്കൽ സ്റ്റാഫുകളൊക്കെയാണ് ഈ പറയുന്ന സേവനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അവരെന്ന് പറയുന്നത് എന്താണ്? നല്ല നിലവാരമുള്ളവരല്ലേ. നല്ല നിലവാരം എന്ന സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? അവരുടെ ജോലിയിൽ അവര് വളരെ ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ജോലിയിലും അവരൊരു നിലവാരം എന്താ പറയുക നിലനിർത്തണം അല്ലെ, ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ഓരോ സ്റ്റേജുകളും അഷ്വർ ചെയ്താല്, ക്വാളിറ്റി അഷ്വർ ചെയ്തുകൊണ്ടാണ് ലാസ്റ്റ് ഒരു മെഡിക്കൽ സർവീസ് എന്നുള്ള ഒരു ഫൈനൽ പ്രോഡക്റ്റ് നല്ല രീതിയിൽ നമുക്ക് ആർക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ? ഒരു പേഷ്യന്റിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ ക്വാളിറ്റി അഷ്വറൻസ് എന്താണെന്ന് ഉദ്ദേശിച്ചത്? ഒരു സ്റ്റേജിലും നമ്മൾ ക്വാളിറ്റി അഷ്വർ ചെയ്യണം. പേഷ്യന്റിനെ സംബന്ധിച്ചാണെങ്കിൽ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റേജുകളുണ്ട്. പേഷ്യന്റിന്റെ സേഫ്റ്റി ചെക്ക് ചെയ്യണം, ക്വാളിറ്റി ചെക്ക് ചെയ്യണം, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ഇതെല്ലാം കൊടുക്കുന്ന ജീവനക്കാരുടെ നിലവാരം അല്ലെ, അവരുടെ ആ ഒരു ജോലിയിലുള്ള കമ്മിറ്റ്മെന്റ്, അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഫൈനൽ സർവീസ് ആയിട്ട് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. അത് ക്വാളിറ്റി അഷ്വറൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അഥവാ ഒരു പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളിൽ യാതൊരു ഡിഫക്റ്റുകളും ഉണ്ടാവാതെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഡിഫക്റ്റ് ഇല്ലാണ്ട്, പോരായ്മകൾ ഇല്ലാണ്ട് നല്ല ഒരു ക്വാളിറ്റിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ക്വാളിറ്റി അഷ്വറൻസ് QA എന്ന് പറയുന്നത്. ഇനി എന്താണ് QC? ക്വാളിറ്റി കൺട്രോൾ. ഇതാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ്, ഓക്കെ, ഒരു ഫൈനൽ പ്രോഡക്റ്റ് നമ്മളൊരു മാർക്കറ്റിൽ റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അവിടെ സ്റ്റേജ് പറയുന്നില്ല, ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഫൈനൽ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് റിലീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാണ്. അപ്പൊ നമുക്കത് ഹോസ്പിറ്റലുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവിടുത്തെ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ്? മെഡിക്കൽ സർവീസ് ആണ് അല്ലെ, പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു മെഡിക്കൽ സേവനം. ഈ പറയുന്ന മെഡിക്കൽ സേവനം ഒരു പേഷ്യന്റിലേക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന സേവനം എല്ലാ നിലവാരങ്ങളും പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന ഒരു സംഭവം, എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. അതാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? QC എന്താന്നുള്ളത് ക്ലിയർ ആയ? ഓക്കെ,
പിന്നെ വരുന്നത് QI ആണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതൊക്കെ ഏരിയയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇംപ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, മെച്ചപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം അത് കാലക്രമേണ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു നിരന്തരമായിട്ടുള്ള പ്രയത്നം, ഓക്കെ, പ്രയത്നമാണ് അവിടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം കാലക്രമേണ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു പ്രയത്നം, അതാണ് അവിടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അത് ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ മേഖലകൾ വീക്കാണ് അല്ലെ, ഡിഫക്റ്റ് ഉള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ പല മാറ്റങ്ങൾ വരുത്താനും, ഇനി മാറ്റങ്ങൾ നല്ല രീതിയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അതിന്റെ നിലവാരം ഉയർത്താനൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അൾട്ടിമേറ്റ്ലി ഉപഭോക്താക്കൾക്ക് നല്ലൊരു സേവനം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ്, ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ക്വാളിറ്റി അഷ്വറൻസ് എന്താണെന്ന് മനസ്സിലാക്കി, ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് മനസ്സിലാക്കി, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ക്ലിയർ ആയോ? ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ എന്താണ് നമുക്ക് ഉദ്ദേശിച്ചെന്ന്? അങ്ങനെയാണെങ്കിൽ നമുക്കിത് വായിക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ക്വാളിറ്റി അഷ്വറൻസ് അഥവാ QA is a part of quality management centered on providing confidence that quality requirements will be satisfied. ഒരു ജനറൽ ഇൻഫർമേഷൻ പോലെയാണ് കൊടുത്തേക്കുന്നത്. എന്താണ് ക്വാളിറ്റി അഷ്വറൻസ്? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എ ക്വാളിറ്റി മാനേജ്മെന്റ് centered on providing confidence that quality requirements will be satisfied. അതായത് ക്വാളിറ്റി അഷ്വറൻസ് QA എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഒരു ഭാഗമാണ്. നമ്മൾ ഈ പറയുന്ന അഷ്വറൻസ് ആയാലും കൺട്രോൾ ആയാലും ഇംപ്രൂവ്മെന്റ് ആയാലും എല്ലാം എന്തിന്റെ ഭാഗം തന്നെയാണ്, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അത് വന്നിട്ട് എന്താണ്, എല്ലാ ക്വാളിറ്റി റിക്വയർമെന്റ്സും, അതായത് ഇപ്പൊ പേഷ്യന്റ് ആവാം, പേഷ്യന്റിന്റെ സ്ഥാനം കസ്റ്റമേഴ്സ് അല്ലെ, കസ്റ്റമേഴ്സ് തന്നെയാണ് ഹോസ്പിറ്റലിനെ സംബന്ധിക്കുമ്പോൾ പേഷ്യൻസ്. അപ്പൊ അവർക്ക് എല്ലാ ഗുണനിലവാര ആവശ്യകതകളും സംതൃപ്തിപ്പെടുത്തുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാനായിട്ട് ക്വാളിറ്റി അഷ്വറൻസിലൂടെ നമുക്ക് സാധിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്റ്റേജിലും നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടാണ് ലാസ്റ്റ് അത് അസംബിൾ ചെയ്തിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിലും ചെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫൈനൽ പ്രോഡക്റ്റിന് വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയില്ല അല്ലെ. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമുക്കത് എന്താ പറയാ കൊടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഉറപ്പ് അല്ലെ, ആ ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നമുക്ക് ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡിങ് ദ കോൺഫിഡൻസ് ദാറ്റ് ക്വാളിറ്റി റിക്വയർമെന്റ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ്. ഉപഭോക്താക്കളുടെ എല്ലാ ഗുണമേന്മ ആവശ്യകതകളും എന്താണ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്, സംതൃപ്തമാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് അഷ്വറൻസിലൂടെ ലഭിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ? ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇടയ്ക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ ഞാൻ ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആരോടോ സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോ വരുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾ കാണുന്നില്ലല്ലോ, ഞാൻ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പറയാണ്. അപ്പൊ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോ എനിക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കമ്പ് ചെയ്താലും മതി. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് കേട്ടോ. QI ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സേവനം എന്താ പറയാ കാലക്രമേണ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു നിരന്തര പ്രയത്നം, അതാണ് അവിടെ ഇംപ്രൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാര്യം നമ്മൾ എല്ലാത്തിലും ഇംപ്രൂവ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വേണം നമ്മൾ ഒരാൾക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അഥവാ QI എന്ന് പറഞ്ഞാല് ഈസ് ആൻ ഓൺ ഗോയിങ് റെസ്പോൺസ് to quality evaluation data about a service in ways that enhance the process by which services are given to consumers or patients. അത് നിങ്ങൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല, അത് എന്താ എഴുതി വെച്ചേക്കുന്നതിന് ഒരു ഐഡിയ കിട്ടില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ഉപഭോക്താക്കൾക്ക് അഥവാ നമ്മുടെ പേഷ്യൻസ്, ഹോസ്പിറ്റലിൽ വെച്ച് പറയുമ്പോൾ പേഷ്യൻസിന് എന്താണ്, അവർക്ക് ഏറ്റവും നല്ല നിലവാരത്തിലുള്ള സേവനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് നമ്മൾ നടത്തുന്ന, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം, ദാറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, വായിക്കാം കേട്ടോ. ഇറ്റ് ഇസ് an ongoing response to quality evaluation data about a service in ways that enhance the process by which services are given to consumers or patients. Okay, അടുത്തതാണ് എന്ത്, TQM അഥവാ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വകുപ്പുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ.
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് സെന്റേർഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എവരി കേട്ടോ. ഓക്കെ, അപ്പോ ഇതിൽ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ. അതായത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് സെന്റേർഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എവരി മെമ്പർ ഓഫ് സ്റ്റാഫ് ഷുഡ് ബി കമ്മിറ്റഡ് ടു കീപ്പിംഗ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക് ഇൻ എവരി ആസ്പെക്ട് ഓഫ് എ ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻസ്. എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവനക്കാരുടെ നിലവാരമുള്ള ജോലി അല്ലെ, നിലവാരമുള്ള ജോലി ഉറപ്പാക്കണം. അവര് നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവര് ആ ഒരു ജോലിയിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്താണ്? ഓരോ ജീവനക്കാരുടെയും നല്ല നിലവാരത്തിലുള്ള ജോലി ഉറപ്പാക്കണം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാത്തിലും ക്വാളിറ്റി ഇമ്പോർട്ടൻസ്, പേഷ്യന്റ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ആണ്, മറ്റു മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ ഇതെല്ലാം കൊടുക്കുന്നത് ജീവനക്കാരാണ് അല്ലെ. അപ്പൊ അവരുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അവര് നല്ല രീതിയിൽ അവർ ചെയ്യുന്ന ജോലിയിൽ ഏറ്റവും നല്ല നിലവാരം അവർ പുലർത്തണം അല്ലെ. എന്നാൽ മാത്രമാണ് നമുക്കൊരു നല്ല സേവനം പേഷ്യൻസിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തില് ഓരോ സ്റ്റാഫുകളും അവരുടെ ജോലിയിൽ നിലവാരം പുലർത്താനായിട്ട് പ്രതിജ്ഞാബദ്ധരായിരിക്കണം, അവർ കമ്മിറ്റഡ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു തത്വത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് സംവിധാനം, അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. TQM ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇസ് എ സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഇസ് സെന്റേർഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് എവരി മെമ്പർ ഓഫ് സ്റ്റാഫ് ഷുഡ് ബി കമ്മിറ്റഡ് ടു കീപ്പിംഗ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക്. അവരുടെ വർക്കിൽ ഇപ്പോഴും നല്ല നിലവാരം അവര് കാത്തു സൂക്ഷിക്കണം ഇൻ എവരി ആസ്പെക്ട് ഓഫ് എ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. അങ്ങനെ ഒരു സംവിധാനത്തിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിമറിച്ച് എഴുതിയേക്കുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ. അതായത് എന്താണ് സമ്പൂർണ്ണ ആരോഗ്യ പരിചരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രൊവിഷൻ ഓഫ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ ത്രൂ കോൺസ്റ്റന്റ്ലി എൻഹാൻസിംഗ് സർവീസ് ടു മീറ്റ് ഓർ എക്സീഡ് ദ നീഡ്സ് ആൻഡ് ഹോപ്സ് ഓഫ് ദ കസ്റ്റമർ. അതായത് ഒരു ഉപഭോക്താവിന്റെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ പരിചരണങ്ങളും കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സാധ്യമായിട്ടുള്ള നല്ല പരിചരണം അവർക്ക് കൊടുക്കുക. അവരുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ അവർ എന്താണോ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതിനെ നിറവേറ്റുന്ന തരത്തിൽ അല്ലെ, അതിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന സാധ്യമായിട്ടുള്ള എല്ലാ പരിചരണങ്ങളുടെയും ഒരു ആകെത്തുക, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ ക്വാളിറ്റി കെയർ അഥവാ സമ്പൂർണ്ണ എന്താ പറയാ ഗുണമേന്മയുള്ള പരിചരണം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ, ടോട്ടൽ ക്വാളിറ്റി കെയർ. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തതാണ് ക്വാളിറ്റി കൺട്രോൾ. ഓക്കെ, QC ഞാൻ പറഞ്ഞിരുന്നു, QAയും QCയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞിരുന്നു. അപ്പൊ QC ഞാൻ പറഞ്ഞിരുന്നു, ഫൈനൽ പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതാണ് ക്വാളിറ്റി കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, ക്വാളിറ്റി കൺട്രോൾ ഇസ് എ പ്രൊസീജിയർ ഓർ സെറ്റ് ഓഫ് പ്രൊസീജിയർ ദാറ്റ് ഇന്റൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് medical service adheres to a defined set of quality criteria or meets the requirements of the client or customer. അപ്പോ ഇന്ന് പറഞ്ഞ ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനോ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് നമ്മൾ ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുകയാണ് അല്ലെ. മെഡിക്കൽ സർവീസ് ആണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ പ്രോഡക്റ്റ് എന്താണ്? അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ സർവീസ് ആണ്. ആ ഒരു മെഡിക്കൽ സർവീസ് പേഷ്യന്റിന് കൊടുക്കുന്നതിന് മുൻപായിട്ട് അത് ആ ഒരു സർവീസ് എല്ലാ നിലവാരങ്ങളും പാലിച്ചിട്ടുണ്ടോ, എല്ലാ ക്വാളിറ്റിയും നിലവാരങ്ങളും അത് എന്താണ് ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഒരു കൂട്ടം പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
മനസ്സിലായോ? ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഓർ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് that intends to make sure that medical service adheres to a defined set of quality criteria or meets the requirements of the client or customer. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് അവസാനം അവർക്ക് കൊടുക്കുന്ന ഒരു സേവനം, ആ സേവനം പേഷ്യന്റിലേക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട്, എത്തുന്നതിന് മുൻപായിട്ട് ആ സേവനങ്ങളെല്ലാം തന്നെ മികച്ചതാണോ എന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു കൂട്ടം നടപടിക്രമങ്ങൾ, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുമ്പോൾ ആ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഓരോ സ്റ്റേജിലുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വാളിറ്റി ചെക്ക് ചെയ്ത് പോകുന്നത്. കൺട്രോളിലാവുമ്പോൾ നമ്മൾ ആ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, എന്തെങ്കിലും ഡിഫക്റ്റോ പോരായ്മകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. ഇതെല്ലാം തന്നെ എന്താണ്, ചെറിയൊരു വ്യത്യാസമുള്ള എല്ലാം ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തന്നെ ഭാഗമാണ് കേട്ടോ. ഇനി നോക്കൂ, ISO 9000 ഡിഫൈൻസ് ക്വാളിറ്റി കൺട്രോൾ ആസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. അപ്പൊ ISO ആണല്ലോ തീരുമാനിക്കുന്നത്, ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ആണ് അല്ലെ. ഓക്കെ, ISO ആണ്. അപ്പൊ ISO 9000 എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലോയിലൊക്കെ ഓരോ സെക്ഷൻസ് പറയില്ലേ, ഇന്ന സെക്ഷൻ ഇന്നതിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പൊ ആർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ പറയില്ലേ, ആർട്ടിക്കിൾ 21 ജീവിക്കാൻ സ്വാതന്ത്ര്യം തരുന്നു, ആർട്ടിക്കിൾ 19 മൗലിക സ്വാതന്ത്ര്യമാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. എന്നതുപോലെ ISO ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ, അതിനും ഇതുപോലെ ഓരോരോ സെക്ഷൻസുകൾ ഉണ്ട്. സെക്ഷൻ പോലെയാണ്, നമ്പറിംഗ് ഉണ്ട്. 9000 ഉണ്ട്, 9001 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അങ്ങനെയുണ്ട്. ഓരോ സെക്ഷനും പറയുന്നത് ഓരോ ക്രൈറ്റീരിയകളാണ്. ഓക്കെ, അതിനകത്ത് ISO 9000 ഉണ്ടല്ലോ, അതാണ് ക്വാളിറ്റി കൺട്രോളിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ISO 9000 ആണ്. 9001 വന്നിട്ട് ക്വാളിറ്റി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തോ ക്രൈറ്റീരിയ ആണ് പറയുന്നത്. അതിലേക്ക് നോക്കേണ്ട, ജസ്റ്റ് ആ നമ്പർ അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രം. ISO 9000 ഡിഫൈൻസ് എങ്ങനെയാണ് ഒരു ക്വാളിറ്റി കൺട്രോളിനെ വിശേഷിപ്പിക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ദ ക്വാളിറ്റി റിക്വയർമെന്റ്സ്. അതായത് എല്ലാ ക്വാളിറ്റി റിക്വയർമെന്റ്സുകളും എന്താണ്, സംതൃപ്തമാക്കുന്നതില് എന്താ പറയാ, സംതൃപ്തമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മാനേജ്മെന്റിന്റെ, ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് QC എന്ന് പറയുന്നത്. അത്രയ്ക്കൊന്നും ചിന്തിക്കേണ്ട, ക്വാളിറ്റി കൺട്രോൾ എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ഫുൾഫില്ലിംഗ് ക്വാളിറ്റി റിക്വയർമെന്റ്സ്. ക്വാളിറ്റി റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യുന്നു, പൂർണ്ണമാക്കുന്നു, സംതൃപ്തമാക്കുന്നു എന്നതിൽ ശ്രദ്ധ കൊടുക്കുന്ന അത്തരം പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഭാഗമാണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര ഇതാണ്, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഭാഗമാണ് QA QC എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടുത്ത ഒരു പാരഗ്രാഫ് അതാണ് പറയുന്നത്. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് refers to the process of managing the total hospital operation in a worthwhile fashion by applying the different hospital quality measures and standards. അതായത് വിവിധ തരത്തിലുള്ള ക്വാളിറ്റി മെഷേഴ്സുകള്, അതുപോലെ സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങള്, ഇവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു പ്രക്രിയ. ദാറ്റ് ഈസ് കോൾഡ് ക്വാളിറ്റി മാനേജ്മെന്റ് കേട്ടോ. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ഹോസ്പിറ്റലിന്റെ എന്താ പറയാ, പല ക്വാളിറ്റി മെഷേഴ്സും അളവുകോലുകളും മാനദണ്ഡങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എന്താണ് കൈകാര്യം ചെയ്യാണ്. അതായത് അതിന്റെ ക്വാളിറ്റിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So that the hospital functions in a desirable condition. അങ്ങനെ ഒരു മാനേജ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഹോസ്പിറ്റല് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സേവനങ്ങളായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അപ്പൊ ഇങ്ങനെയുള്ള മാനേജ്മെന്റും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും നല്ലൊരു പരിചരണവും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പറയുന്ന കാര്യങ്ങള് കുറച്ചിതാണ്, എന്നാൽ കൂടിയും ഇത്രയും മനസ്സിലാക്കാനുള്ളൂ.
അതായത് ക്വാളിറ്റി ഉറപ്പാക്കാം. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നതും ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നതും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ തന്നെ പല വശങ്ങളാണ് ശരിക്കും. എല്ലാത്തിലും എന്താ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും എന്താ പറയുക, ഗുണമേന്മയുള്ള നിലവാരമുള്ള ഒരു സേവനം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എല്ലാത്തിനും ക്വാളിറ്റി ഉറപ്പാക്കുന്നത്. ആ മാനദണ്ഡങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ISOയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കേസ് ഇത്തിരി ഇന്ത്യക്കകത്താണെങ്കിൽ NABH. ഓക്കെ, അപ്പൊ അങ്ങനെ മാനദണ്ഡങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ക്വാളിറ്റി ഉറപ്പാക്കുന്നത്. എന്നിട്ടാണ് നമ്മളത് ആളുകൾക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ഭാഗം നമ്മൾ പഠിക്കുന്നത് ജോബ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്ക് ഉള്ളത്? ഓക്കെ, നോക്കാം. ഫസ്റ്റ് എന്താണ്, ആദ്യം തന്നെ ആരാണ് ഒരു ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ എന്നുള്ളത് നമുക്ക് നോക്കാം. ആരാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ് പറയുന്നത് നോക്കൂ. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ മസ്റ്റ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം സെൽ അറ്റ് ദ ഹോസ്പിറ്റൽ ആൻഡ് ബി റെസ്പോൺസിബിൾ ഫോർ വർക്കിംഗ് ഔട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ക്വാളിറ്റി അഷ്വറൻസ് പരിപാടികളെല്ലാം തന്നെ പിന്തുണയ്ക്കുന്നതിന് അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഒരു ക്വാളിറ്റി മാനേജർ ഉണ്ടാവും. അദ്ദേഹം വന്നിട്ട് ഹോസ്പിറ്റലിലെ എല്ലാ ക്വാളിറ്റി പ്രോഗ്രാമുകൾക്കും എന്താണ് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ഗുണനിലവാരമുള്ള എല്ലാ പ്രൊസീജിയേഴ്സും മറ്റ് എന്താ പറയാ സ്റ്റാൻഡേർഡ്സും മാനദണ്ഡങ്ങളും ഇതെല്ലാം തന്നെ സ്ഥാപിക്കുന്നതിനും തയ്യാറാക്കുന്നതിനും ഒക്കെ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ് കേട്ടോ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഹി ഓർ ഷീ മസ്റ്റ് പെർസ്യൂഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ആൻഡ് ഷെയർ റിപ്പോർട്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് അവര് തിരിച്ചും മറിച്ചും പറയുന്നത് കേട്ടോ. കാര്യം എന്താണ്, ഹോസ്പിറ്റലിന്റെ എല്ലാ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രവർത്തനങ്ങളിലും ഇവരെന്ത് ചെയ്തിരിക്കണം? പങ്കാളികളാവണമെന്ന്. ഓക്കെ, ഹി ഓർ ഷീ മസ്റ്റ് പെർസ്യൂഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ദ പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രക്രിയകളിലും ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ എന്താ പറയാ കണ്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് എന്താ പറയാ മുൻപേ എടുത്ത് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് ഈ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ പ്രധാനപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് അയാൾക്കുള്ളത്? ഓരോന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുവറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. ഇതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ അല്ലെ, അണുബാധ തടയുക, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അവരുടെ ഭക്ഷണക്രമങ്ങള്, അങ്ങനെയുള്ള ചില നോൺ ക്ലിനിക്കൽ നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങള് ഉറപ്പാക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? അതെല്ലാം നോൺ ക്ലിനിക്കൽ സേവനങ്ങളാണ്, ക്ലിനിക്കൽ സേവനമല്ല. ക്ലിനിക്കൽ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാർമസി, റേഡിയോളജി, ട്രീറ്റ്മെന്റ്, അതൊക്കെ ക്ലിനിക്കൽ സർവീസുകളാണ്. അല്ലാതെയുള്ള സർവീസുകളുണ്ട്, അതിനെയാണ് നമ്മൾ നോൺ ക്ലിനിക്കൽ സർവീസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രിക്കുക, നമ്മൾ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനകത്ത് പഠിച്ചതാണ് അല്ലെ. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സെക്യൂരിറ്റി അല്ലെ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, അവരുടെ ഭക്ഷണക്രമം, അങ്ങനെ നല്ല നിലവാരമുള്ള നോൺ ക്ലിനിക്കൽ സേവനങ്ങളൊക്കെ ഉറപ്പാക്കുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഒന്നാമത്തെ അതാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എൻഷുവറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, OT ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. അതായത് എൻഷുറിംഗ് ദ ക്ലീൻ ബാക്ക്ഗ്രൗണ്ട്, ഒരു നല്ല വൃത്തിയുള്ള ഒരു പശ്ചാത്തലം ഉറപ്പാക്കുക. പശ്ചാത്തലം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെ. പേഷ്യൻസ് വരുമ്പോൾ ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കണം?
വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം അല്ലെ. അത്തരത്തിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്കായിട്ട് എന്താ പറയാ പ്രൊവൈഡ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുക. അത് മാത്രമല്ല, ഇപ്പൊ പേഷ്യൻസ് വരുന്ന ഒപിഡി ഏരിയാസ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയകള്, വാർഡുകള്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ പേഷ്യന്റ് ഫെസിലിറ്റീസ് അല്ലെ, പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ഭൗതികമായിട്ടുള്ള ചില സൗകര്യങ്ങൾ, അതിപ്പോ ഫിസിക്കൽ ഫെസിലിറ്റീസ് ആവാം അല്ലാത്തതും ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസ്, പിന്നെ ഔട്ട്സോഴ്സ്ഡ് സേവനങ്ങൾ, അതായത് ഇപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ ഇല്ലാത്ത ചില സേവനങ്ങൾ നമ്മൾ പുറത്തേക്ക് ഔട്ട്സോഴ്സ് ചെയ്യും അല്ലെ, പുറത്തേക്ക് എഴുതി കൊടുക്കും. അത്തരം സേവനങ്ങളിലെല്ലാം തന്നെ ഒരു ഗുണനിലവാരം ഉറപ്പാക്കുക. ഓക്കെ, അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ഈ പറയുന്ന ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായ? ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഏരിയകൾ എന്ന് വെച്ചപ്പോ ഒപിഡി ഏരിയ, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗങ്ങളിലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഫെസിലിറ്റീസ്, പേഷ്യൻസിനായിട്ട് നല്ല ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന സേവനങ്ങളിലും ആ ഒരു ഗുണമേന്മ നിലനിർത്തുക, ഉറപ്പാക്കുക എന്നുള്ളത് ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് അറൈവ് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. എന്താണ്? ഹോസ്പിറ്റലിനെ നമ്മൾ പീരിയോഡിക് ആയിട്ട് വിലയിരുത്തുക. ഓക്കെ, ഹോസ്പിറ്റലിന്റെ ആ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പീരിയോഡിക് ആയിട്ട് അസസ്മെന്റ് നടത്താം, ക്രമമായിട്ട് നമ്മൾ വിലയിരുത്തുക. കാരണം അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് പോരായ്മകളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് മാത്രമല്ല, ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഇത് സ്കോർ ചെയ്യാം. ഓക്കെ, ചെക്ക് ലിസ്റ്റ് നോക്കി സ്കോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സേവനം എവിടെന്നെങ്കിലും എടുക്കുക, നമ്മൾ റേറ്റ് ചെയ്യും അല്ലെ, റേറ്റിംഗ് കൊടുക്കാൻ പറയും അവർക്ക് അല്ലെ, ഇത്ര റേറ്റിംഗ്, എത്ര സ്കോറാണ്, അവരുടെ ആ സേവനത്തിലുള്ള മികവ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നത്. എന്നതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ പറയുന്ന ക്രൈറ്റീരിയാസ് ആണ്, അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നനുസരിച്ചിട്ട് വേണം നമ്മൾ സ്കോർ ചെയ്യാനായിട്ട്. ഓക്കെ, ആ ഒരു ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള സ്കോർ കൊടുക്കുക, റേറ്റിംഗ് കൊടുക്കുക. ഓക്കെ, അതൊക്കെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. പിന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്. ദാറ്റ് മീൻസ് ഗ്യാപ്പ് അനാലിസിസ്, evolve the action plan on the advice of in charge of the hospital and monitor complaints. എന്താണ് പറയുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ്. ഒരു ഗ്യാപ്പ് നമ്മൾ തിരിച്ചറിയാം. എന്താണ് ഇവിടെ ഗ്യാപ്പ്? ഗ്യാപ്പ് അനാലിസിസ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? അതായത് ഒരു സ്ഥാപനത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ പെർഫോമൻസും നിലവിലുള്ള പെർഫോമൻസ്, കറന്റ് പെർഫോമൻസ് തമ്മിലുള്ള ഒരു വിടവ്, അതാണ് അവിടെ ഗ്യാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സേവനം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ അവരുടെ പൊട്ടൻഷ്യൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സേവനം ആർക്ക് കൊടുക്കുക? പേഷ്യൻസിന് കൊടുക്കുക. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യൽ പെർഫോമൻസും ചിലപ്പോൾ അതിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവില്ല, അത്രയും നിലവാരത്തിലേക്ക് അവര് ഉയർന്നിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു കറന്റ് പെർഫോമൻസ് ഉണ്ടാവുമല്ലോ, നിലവിലുള്ള അവരുടെ അവസ്ഥ, അതും ഇതും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ്. എത്രത്തോളം മെച്ചപ്പെടുത്തിയാലാണ് നമുക്കൊരു പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വിടവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് എന്താണ്, എവിടെയാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്, എവിടെയാണ് പോരായ്മ വന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം എന്താണ്, ഹോസ്പിറ്റലിന്റെ ചുമതലയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യാം. നടപ്പിലാക്കിയാൽ മാത്രം മതിയോ? ഇല്ല, എല്ലാ ജീവനക്കാരും അതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഒന്ന് വായിക്കാം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്സ്, ഇവോൾവ് ദ ആക്ഷൻ പ്ലാൻ അല്ലെ, അതിന് വേണ്ട പ്രവർത്തന പദ്ധതികൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റലിൽ ചുമതലയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുക. ആൻഡ് മോണിറ്റർ ദ കംപ്ലൈന്റ്സ്, അതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ പറയുന്നതാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അതായത് ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരം സന്ദർഭങ്ങളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മീറ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. ഓക്കെ, അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് പലരും വരും അല്ലെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് അത്തരം സൗകര്യങ്ങളൊക്കെ
കണ്ടക്ട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക കേട്ടോ. അത് ക്വാളിറ്റി മാനേജർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എൻഷുറിംഗ് ദാറ്റ് ദ ഹോസ്പിറ്റൽ മീറ്റ്സ് ഓൾ റെഗുലേറ്ററി കംപ്ലൈൻസസ് ലൈക്ക് BMW, that means ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്നാണ് കേട്ടോ. അതുപോലെ ബ്ലഡ് ബാങ്ക് ഓഫ് സ്റ്റോറേജ് ലൈസൻസ് AREB അല്ല കേട്ടോ, AERB ആണ് കേട്ടോ. അതൊന്നും ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. AREB എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. AERB ഇടണം കേട്ടോ. AERB എന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്നാണ് കേട്ടോ. അറ്റോമിക് AERB എന്നാണ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് വെച്ചാൽ റേഡിയേഷൻ ലൈസൻസ് ആണ്. കാര്യം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് റേഡിയേഷൻ ടെക്നോളജി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊരു ലൈസൻസ് വേണം, സർട്ടിഫിക്കേഷൻ വേണം. അപ്പൊ അത്തരത്തില് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ ബ്ലഡ് ബാങ്ക് സ്റ്റോറേജ്, അത്തരം എന്താ പറയാ ലൈസൻസുകള്, പിന്നെ ഈ പറയുന്ന AERB റെഗുലേഷൻസ്, അങ്ങനെയുള്ളതെല്ലാം കൃത്യമായിട്ട് ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും ആര് തന്നെയാണ്? ക്വാളിറ്റി മാനേജറാണ്. ഇതെല്ലാം തന്നെ ഓരോരോ സ്റ്റേജുകളാണ് അല്ലെ. ഏറ്റവും നല്ലൊരു സേവനം കൊടുക്കുന്നതിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളാണ്, ഒരു സ്റ്റേജുകളാണ്. അപ്പൊ ഈ പറയുന്ന റേഡിയേഷൻ ലൈസൻസ് കൃത്യമായിട്ട് വേണം. ARB അല്ല, AERB ആണ് കേട്ടോ. AERB ആണ്. ഇവിടെ AREB എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. AERB എന്ന് വെച്ചാൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ. റെഗുലേറ്ററി ബോർഡ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. കിട്ടിയോ? ഫഹദിന് കിട്ടിയോ? ഓക്കെ. അപ്പൊ അത്തരം റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഉറപ്പാക്കണം. അതൊക്കെ ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഓക്കെ. അടുത്തതാണ് 7th പോയിന്റ് എന്ന് പറയുന്നത്, കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ് ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ along with the AMC for all equipments. എന്താണ് പറയുന്നത്? കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ്സ്. ഈ പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിനകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കാം. അത് മാത്രമല്ല, ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ, അത് എന്താ പറയാ, അത് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം ലൈനും കൃത്യമായിട്ട് സൂക്ഷിക്കാം. ഓരോ നമ്മൾ ലബോറട്ടറി സർവീസ് പറഞ്ഞ കാര്യമാണ് അല്ലെ. ഓരോ എക്യുപ്മെന്റ്സും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ടൈമിൽ എന്ത് ചെയ്യണം? മെയിന്റനൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. മെയിന്റനൻസ് ചെയ്യണം. കാര്യം ഇത് ഒത്തിരി കാലം യൂസ് ചെയ്യുമ്പോഴും മറ്റും തേയ്മാനം മറ്റൊക്കെ വരും അല്ലെ. അതനുസരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും എന്താ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ ക്വാളിറ്റി കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രോപ്പർ ടൈമിലും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് അവിടെ പറയുന്നത്. പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. അത് റിപ്പയർ ചെയ്യുന്നതിനുള്ള ടൈം ലൈനിൽ കീപ്പ് ചെയ്ത് വെക്കാം. along with the AMC for all equipments. AMC എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് എന്നാണ് കേട്ടോ. ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ മെയിന്റനൻസ് ചെയ്യേണ്ട ആ ഒരു ഇതാണ് കേട്ടോ, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്. അങ്ങനെ ഓരോ ഉപകരണങ്ങളുടെയും റിപ്പയർ ചെയ്യാനുള്ള ടൈം ലൈൻ ഒക്കെ എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കാം. 8ാമത്തെ പോയിന്റ് ഇതാണ്, പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഇതാണ് പറയുന്നത്. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ് ടുവേർഡ്സ് അപ്ലിഫ്റ്റ്മെന്റ്, preventive maintenance of equipment and vehicles and modernization of hospitals. എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് വെഹിക്കിൾസ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാവുന്ന ചില എക്യുപ്മെന്റ്സുകള്, വാഹനങ്ങൾ, ആംബുലൻസ് സേവനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവയുടെയൊക്കെ എന്താണ് ഈ പറയുന്ന പ്രിവെന്റീവ് മെയിന്റനൻസ്, അതൊന്നും നശിച്ചു പോവാതിരിക്കാനുള്ള മെയിന്റനൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത്. അതുവഴിയായിട്ട് എന്താണ്? മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റല്. ഹോസ്പിറ്റലിനെ കുറെ കൂടെ മോഡേണൈസ് ചെയ്യുക, നല്ല രീതിയിൽ ഹോസ്പിറ്റലിനെ നവീകരിക്കുക, ആ രീതിയിൽ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ എന്താണ് ഉയർത്തുക അല്ലെ. ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആസൂത്രണം ചെയ്യുക, അതുപോലെ തന്നെ നടപ്പിലാക്കുക. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. എന്ന് പറഞ്ഞ് എല്ലാത്തിലും ക്വാളിറ്റി ഉറപ്പാക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. വാഹനം ആയാലും മറ്റേ എക്യുപ്മെന്റ്സ് ആയാലും ആളുകളുടെ കാര്യത്തിലായാലും എല്ലാം അവിടുത്തെ എന്ത് വേണം? ക്വാളിറ്റി നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് പോകണം. ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അതിന്റെ ഭാഗമായിട്ട്.
അത്തരത്തിൽ ഹോസ്പിറ്റലിൽ കുറെ കൂടെ മോഡേൺ ആക്കി മാറ്റുക അല്ലെ, അതിന് കുറെ കൂടെ അതിന്റെ ഒരു അപ്ലിഫ്റ്റ് ചെയ്യാം, അതിന് കുറെ കൂടെ ഉന്നമനത്തിലേക്ക് എത്തിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ക്വാളിറ്റി മാനേജർക്കാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രെങ്തൻ ആണ് കേട്ടോ. സ്ട്രെങ്തൻ ആണ്, ഇത് ഒന്ന് മാറ്റി എഴുതാം. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MI. അയ്യോ ഒരെണ്ണം വിട്ടുപോയി അല്ലെ. 9ാമത്തെ പോയിന്റ് ഇതാണ്. ടു ഇൻസ്റ്റാൾ ആൻഡ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം ബോത്ത് ഫോർ എംപ്ലോയീസ് ആൻഡ് ദ പേഷ്യൻസ്. അതായത് ഈ പറയുന്ന പേഷ്യൻസിനും മറ്റ് ജീവനക്കാർക്കും എന്താണ് വെർച്വൽ പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കി കൊടുക്കുക. വെർച്വൽ പരാതി പരിഹാര സംവിധാനം എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ കംപ്ലൈന്റ്സ് ഒക്കെ രജിസ്റ്റർ ചെയ്യില്ലേ. ഫിസിക്കലായിട്ട് അവർ വന്ന് പ്രസന്റ് ആവണമെന്നില്ല, പകരം ഓൺലൈനായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ വഴിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വെർച്വൽ, അങ്ങനെയാണ് വെർച്വൽ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഓൺലൈനിലൂടെയൊക്കെ നമുക്ക് പരാതിയൊക്കെ രജിസ്റ്റർ ചെയ്യാം, അതിനുള്ള പരിഹാരം കാണാം. അപ്പൊ അത്തരം സംവിധാനങ്ങളൊക്കെ അവിടുത്തെ ജീവനക്കാർക്കും മറ്റ് പേഷ്യൻസിനൊക്കെ ആയിട്ട് നടപ്പിലാക്കുക. അത് ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 10ാമത്തെ പോയിന്റ് പറയുന്നത് സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻസ് ടേക്കൺ എന്നാണ് പറയുന്നത്. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS. MIS എന്താ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ. MIS എന്താണ്? മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, സോഫ്റ്റ്വെയർ നമ്മൾ HIS അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ല. അതുപോലെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് കേട്ടോ MIS എന്ന് പറഞ്ഞത്. KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിന്റെ പെർഫോമൻസുകള് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സൂചകങ്ങളുണ്ട്. KPI എന്നാണ് പറയാ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ഈ പറയുന്ന മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഒക്കെ അതൊക്കെ തന്നെ നല്ല രീതിയിൽ സംയോജിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള റിപ്പോർട്ട് ചെയ്യുക. അതായത് എടുത്തിട്ടുള്ള നടപടികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇംപ്രൂവ്മെന്റുകളൊക്കെ മനസ്സിലാക്കി വീക്ക് ഏരിയ ഇതൊക്കെയെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അവിടെ ഇംപ്രൂവ്മെന്റ് ചെയ്യണം അല്ലെ, ഇംപ്രൂവ് ചെയ്യണം. അതിനായിട്ട് ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് അതുവരെ എടുത്തിട്ടുള്ള നടപടികളൊക്കെ, സ്വീകരിച്ച നടപടികളൊക്കെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതായത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില നടപടികൾ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ, അതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തെന്താണ്? കോർഡിനേറ്റിംഗ് ആക്സസിങ് അതോറിറ്റി കേട്ടോ. ആക്സസിങ് അതോറിറ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അക്സസിങ് അതോറിറ്റി, ആക്സസിങ് അല്ല കേട്ടോ, അസസിങ് അതോറിറ്റി. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഒക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റി ഉണ്ടായിരിക്കും അല്ലെ. അതൊരു പക്ഷേ ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാര്, അതുപോലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്, അവരൊക്കെ എന്താണ് ഓരോ മേഖലയും വിലയിരുത്തുന്ന ആളുകളാണ്. KPI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില സൂചകങ്ങൾ, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് പല ഫാക്ടറുകളാണ് കേട്ടോ, ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനത്തെ. അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോണ്ട. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഓക്കെ, പിന്നെ 11ാമത്തെ പോയിന്റ് ഇതാണ്, കോർഡിനേറ്റിംഗ് അസസിങ് അതോറിറ്റി. അസസിങ് അതോറിറ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസസിങ് അതോറിറ്റി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ക്വാളിറ്റി ഒക്കെ വിലയിരുത്താനായിട്ടുള്ള ചില അതോറിറ്റികൾ ഉണ്ട്. അതിപ്പോ ഹോസ്പിറ്റലിന്റെ ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പിന്നെ ഈ പറയുന്ന ക്വാളിറ്റി മാനേജർ, നമ്മൾ പറയുന്ന ക്വാളിറ്റി മാനേജർ, അവരുടെ അണ്ടറിൽ വരുന്ന മറ്റു പല ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഓക്കെ, പിന്നെന്താണ്? എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ജീവനക്കാരുടെ എന്താണ് നല്ലൊരു വിദ്യാഭ്യാസ നിലവാരം ഉറപ്പുവരുത്തുക കേട്ടോ. അവിടെയുള്ള ജീവനക്കാർക്ക് നല്ലൊരു വിദ്യാഭ്യാസ നിലവാരം ഉറപ്പുവരുത്തുക. കാര്യം എന്താണ്? ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, അതല്ലല്ലോ TQM അല്ലെ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, ഓരോ ജീവനക്കാരും അവരുടെ ജോലിയിൽ നല്ല നിലവാരം പുലർത്താനായിട്ട് പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നതുപോലെ എന്താണ്, ജീവനക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം അല്ലെ, അവർ ചെയ്യുന്ന ആ ജോലിയിൽ ഉള്ള ഒരു നിലവാരം
അതെപ്പോഴും ഉറപ്പാക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻഷുവർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കണം. നല്ല വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് അവിടെ ഉറപ്പാക്കണം കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ വേണം അവിടെ വർക്ക് ചെയ്യാനായിട്ട്. എന്നാലാണ് അവർ കുറെ കൂടെ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുള്ളൂ. അവർ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചാലാണ് നല്ല ക്വാളിറ്റി ഉള്ള സേവനം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെന്താണ് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. അതായത് ഹോസ്പിറ്റൽ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിലും അതിനെ ഓർഗനൈസ് ഒക്കെ ചെയ്യുന്നതിലും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. എന്താണ് ഹോസ്പിറ്റൽ കമ്മിറ്റികൾ? പല പല കമ്മിറ്റി ഉണ്ട്. ഈ പറയുന്ന ക്വാളിറ്റി കമ്മിറ്റികൾ ഉണ്ട്, ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്, പിന്നെ ഒത്തിരി കമ്മിറ്റികൾ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചല്ലോ. അങ്ങനെ ഹോസ്പിറ്റൽ കമ്മിറ്റി ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയാണ് കേട്ടോ. നമ്മള് ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറയുന്നത്. അത്തരം ഹോസ്പിറ്റൽ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുന്നതിനും അതുപോലെ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയോ? ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. നല്ല കട്ടിയാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, എനിക്ക് പറഞ്ഞു പഠിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാലും മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇന്നത്തെ ക്ലാസ്സിൽ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പോയിന്റ്സിന് മുമ്പ് ചോദിച്ചതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ പറയാം കേട്ടോ ഷിജിന. ഈ ചാപ്റ്റർ നമ്മൾ അവസാനിക്കുമല്ലോ, ഈ ചാപ്റ്റർ അവസാനിക്കുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. ഇവിടെ ഏത് ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് PQM ഒക്കെ നോക്കി വെച്ചോ. ഇന്ന് നമ്മൾ പഠിച്ച ഭാഗത്ത് PQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ ക്വാളിറ്റി അഷ്വറൻസ് എന്താണ്, ക്വാളിറ്റി കൺട്രോൾ എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്താണ്, അങ്ങനെയുള്ളതൊക്കെ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി വെക്കാം. 7 points, 7th പോയിന്റ് അല്ലെ, 7ാമത്തെ പോയിന്റ് ആണ് മനസ്സിലാകത്തെ. 7ാമത്തെ പോയിന്റ് ഇതാണ്, അതായത് കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ്. അതായത് ഈ പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങൾ ഉണ്ടാവും ഹോസ്പിറ്റലിനകത്ത്, എക്യുപ്മെന്റ്സുകൾ, അതിന്റെയൊക്കെ റെക്കോർഡുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. അതായത് വർക്കിംഗ് അല്ലാത്ത എക്യുപ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ റെക്കോർഡ്സുകളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക. ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ എലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്സ്. അതായത് എല്ലാ ഈ പറയുന്ന എന്താ പറയുക എക്യുപ്മെന്റ്സുകളൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് അറ്റകുറ്റപ്പണിയൊക്കെ നടത്തുന്നതിനുള്ള ടൈം ലൈനും കൂടെ കീപ്പ് ചെയ്ത് വെക്കണം. കാര്യം ഓരോ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരുമ്പോൾ അത് പ്രോപ്പർ ടൈമിൽ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യണം. ഓക്കെ, മെയിൻ്റനൻസ് ചെയ്യണം. അതിനുള്ള ഓരോന്നിന്റെ സമയവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയ? എന്നാ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ബോറടിച്ചു എന്നറിയാം, വേറെ നിവർത്തിയില്ല കേട്ടോ. ഓക്കെ, എന്നാ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. എന്നാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, എന്നാ താങ്ക് യു.